മൈ ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് രാവിലത്തെ ഒരു 11 മണി വരെയുള്ള എൻ്റെ കുറച്ച് തിരക്കുകളും കാര്യങ്ങളും, പിന്നെ ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയാം. അപ്പോൾ രാവിലെ 5:30 ആകുമ്പോൾ ഞാൻ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. ഇന്ന് വീഡിയോ എടുക്കണമല്ലോ എന്നിട്ട് കുറച്ച് നേരത്തെ എഴുന്നേറ്റ് വന്ന് 5:30 എഴുന്നേക്കുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. കാരണം ഭയങ്കര തണുപ്പാണ് ഇപ്പോൾ ഇവിടെ. ഒരു 8 മണി വരെയൊക്കെ നല്ല തണുപ്പായിരിക്കും. അതുകൊണ്ട് എഴുന്നേക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ ഈ ഏരിയയിൽ നല്ല കാറ്റൊക്കെ ഉണ്ടാവും രാവിലെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര തണുപ്പായിരിക്കും. അപ്പോൾ എങ്ങനെയൊക്കെയോ എഴുന്നേറ്റ് മുഖമൊക്കെ ഒന്ന് കഴുകി. പിന്നെ ഞാൻ ഇന്ന് രാത്രി നൈറ്റി ഇട്ടിട്ടാണ് കിടക്കുന്നത് കേട്ടോ. എത്ര പേരുണ്ട് അങ്ങനെ? എനിക്ക് എന്താ അറിയില്ല, രാത്രി കിടക്കുന്ന സമയത്ത് നൈറ്റി വേണം. പക്ഷെ പകൽ എനിക്ക് ഇടുന്ന തീരെ താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് രാത്രി മാത്രം നൈറ്റി ഇടും. ഇതാ അപ്പോൾ ഡ്രസ്സൊക്കെ മാറ്റി ഒന്ന് ഫ്രഷായി വന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കെറ്റലിൽ കുറച്ച് വെള്ളം നിറച്ചിട്ട് ചൂടാക്കാൻ വെക്കും. കാരണം എന്ന് വെച്ചാൽ ജിജുവേട്ടൻ എഴുന്നേറ്റ് വരുന്ന സമയത്ത് കുറച്ച് ചൂടുവെള്ളം കിട്ടിയാൽ നന്നായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വെള്ളം ഇങ്ങനെ നിറച്ചിട്ട് അവിടെ ചൂടാക്കാനായിട്ട് വെക്കും. എന്നിട്ട് അപ്പോഴേക്കും ഏട്ടൻ എഴുന്നേറ്റ് വരും കേട്ടോ. ഏട്ടന് ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ആളിങ്ങനെ എഴുന്നേറ്റ് വരും. പിന്നെ ഏട്ടൻ്റെ വാട്ടർ ബോട്ടിലും പിന്നെ മോളുടെ വാട്ടർ ബോട്ടിലെ വെള്ളം ഏട്ടൻ നിറച്ചോളും. അപ്പോൾ എനിക്കിനി ചോറ് വെക്കണം. ഇന്നലെ ഞാൻ രസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നോട് പറഞ്ഞായിരുന്നു രസം മതിയെന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ രസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് പണി എളുപ്പമാക്കാനായിട്ട് ഞാൻ എപ്പോഴും തലേദിവസം തന്നെ ഏതെങ്കിലും ഒരു കറി ഉണ്ടാക്കി വെക്കും. അല്ലാന്നുണ്ടെങ്കിൽ അരിഞ്ഞെങ്കിലും വെക്കും മിനിമം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നലെ കറി ഉണ്ടാക്കി വെച്ചതുകൊണ്ട് ഇന്ന് ചോറ് വെച്ചാൽ മതി. അപ്പോൾ ഞാൻ പുഴുങ്ങലരി അല്ല എടുക്കുന്നത്, സോനാ മസൂരി റൈസാണ് കേട്ടോ എടുത്തേക്കുന്നത്. അതാകുമ്പം രസത്തിനൂടെ കഴിക്കാനായിട്ട് സോനാ മസൂരി റൈസാണ് നല്ലത്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് കഴുകിയിട്ട് വെള്ളം ഒഴിച്ച് വെക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് ഏട്ടൻ എന്താ വാട്ടർ ബോട്ടിലൊക്കെ നിറച്ച് വെക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു അരിക്ക്, ഒരു ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം മതിയാവും. പിന്നെ അതേപോലെ വെള്ളം കളയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് വിസിലടിപ്പിച്ചിട്ട് ഓഫ് ചെയ്ത് വെച്ചാൽ മാത്രം മതി. കുറച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ വിസിലൊക്കെ പോയി കഴിഞ്ഞ് ഒന്ന് ഇളക്കി കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ കട്ട പിടിക്കും. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ നമ്മുടെ റൈസ് റെഡിയാവും. എളുപ്പപ്പണിയാണ് കേട്ടോ. രാവിലത്തെ തിരക്കിൽ ഇതാണ് എളുപ്പപ്പണി. മറ്റേ റൈസ് ഞാൻ ചെയ്യാറുണ്ട്, ഇല്ലെന്നല്ല. പിന്നെ പെട്ടെന്ന് എന്ത് തോരൻ ഉണ്ടാക്കുന്നുള്ള കൺഫ്യൂഷൻ ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചത് പിന്നെ വെണ്ടയ്ക്ക തോരൻ ഉണ്ടാക്കാമെന്ന്. ഞാൻ യൂഷ്വലി ഇതെല്ലാം നേരത്തെ അരിഞ്ഞു വെക്കും. അത് തലേദിവസം തന്നെ അരിഞ്ഞു വെക്കാറുണ്ട്. ഇന്ന് ഞാൻ അരിഞ്ഞു വെക്കാതിരുന്നത് ഏട്ടന് ചെറുതായിട്ടൊരു പനി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു നീ ഓഫീസിൽ പോയില്ലെങ്കിൽ വെറുതെ അരിഞ്ഞു വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യാറുന്നത്. പിന്നെ ആൾ കുറച്ച് ഉഷാറായി, കുഴപ്പമില്ല പോകാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ പെട്ടെന്ന് വിചാരിച്ചത് പിന്നെ വെണ്ടയ്ക്ക തോരൻ ഉണ്ടാക്കുക. അതാകുമ്പോൾ അധികം സമയമൊന്നും എടുക്കില്ലല്ലോ. അരിയാനും സമയം എടുക്കില്ല, അപ്പോൾ ഉണ്ടാക്കാനും സമയം എടുക്കില്ല. സോ ഞാൻ കുറച്ച് വെണ്ടയ്ക്ക എടുത്ത് ബാക്കി വെണ്ടയ്ക്ക എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. സാമ്പാർ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ വേണമല്ലോ, അതുകൊണ്ട്. എന്നിട്ട് ഈ വെണ്ടയ്ക്ക ഒന്ന് വെള്ളത്തിലേക്ക് ഇട്ടിട്ട് അങ്ങനെ തന്നെ കുറച്ച് നേരം വെക്കും കേട്ടോ. അപ്പം തന്നെ ഞാൻ എടുത്ത് അരിയില്ല, കുറച്ച് നേരം, ഒരു മിനിമം 10 തൊട്ട് 15 മിനിറ്റെങ്കിലും അങ്ങനെ തന്നെ വെക്കും. എന്നിട്ട് ഞാൻ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ചപ്പാത്തി ഉണ്ടാക്കാമെന്ന്, ബ്രേക്ക്ഫാസ്റ്റിന് കൊടുത്തുവിടാനായിട്ട് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ എല്ലാവർക്കും ചപ്പാത്തി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ആവശ്യമുള്ള അത്രയും മാവ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇളം ചൂടുവെള്ളത്തിലാണ് കേട്ടോ കുഴച്ചെടുക്കാൻ പോകുന്നത്. ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ചാൽ എന്നോട് കുറേ പേര് കമൻസിൽ ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഇത്രയും സോഫ്റ്റ് ചപ്പാത്തി കിട്ടുന്നതെന്ന്. പ്രത്യേകിച്ച് ലഞ്ച് ബോക്സ് വീഡിയോ ഇടുന്ന സമയത്ത് എപ്പോഴും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് സോഫ്റ്റ് ചപ്പാത്തി കിട്ടുന്നതെന്ന്. ഒന്ന് ഇളം ചൂടുവെള്ളത്തിൽ കുഴച്ചെടുക്കും. അതല്ലാന്നുണ്ടെങ്കിൽ തൈര് ഉണ്ടെങ്കിൽ തൈര് ചേർത്തിട്ട് ഞാൻ കുഴക്കാറുണ്ട് കേട്ടോ. 2 രീതിയിലും ഞാൻ കുഴച്ചെടുക്കുമ്പോൾ എനിക്ക് സോഫ്റ്റ് ചപ്പാത്തി കിട്ടാറുണ്ട്. പക്ഷേ മെയിനായിട്ട് ഞാൻ എപ്പോഴും ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇതാകുമ്പോൾ ഒന്നും കൂടി എളുപ്പമാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് ഇത് മാറ്റി വെക്കും. ഒരു മിനിമം 10 to 15 മിനിറ്റ്സ് എങ്കിലും ഞാൻ ഇതൊന്ന് മാറ്റി വെക്കും. പെട്ടെന്ന് തന്നെ ഞാനത് ഉരുട്ടിയിട്ട് ചപ്പാത്തി ഉണ്ടാക്കത്തില്ല, കുറച്ച് നേരം മാറ്റി വെക്കും. മേ ബി ഇത് 2 റീസൺ ആവാം എനിക്ക് സോഫ്റ്റ് ചപ്പാത്തി കിട്ടുന്നത്. ഒന്ന്, ഞാൻ ഇളം ചൂടുവെള്ളത്തിൽ കുഴയ്ക്കും, പിന്നെ കുറച്ച് നേരം മാറ്റി വെക്കും. അത് രണ്ടുമാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് കുമ്പളങ്ങ ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചു. എത്ര പേർക്ക് ഓർമ്മയുണ്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഡീറ്റോക്സ് ഡ്രിങ്ക്? അത് ഞാൻ നിർത്തിയിട്ടില്ല കേട്ടോ. എന്നും കുടിക്കുന്നില്ല. എന്നും ഞാൻ ചൂടുവെള്ളം കുടിക്കും. പിന്നെ ആഴ്ചയിൽ ഒരു 2-3 ദിവസം കുമ്പളങ്ങ ജ്യൂസ് കുടിക്കാറുണ്ട്. അതാണ് ഏറ്റവും എളുപ്പം പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യാറുണ്ട്. പിന്നെ നാരങ്ങ ജ്യൂസ് ഇല്ല, അത് കുടിക്കാറുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ അരിഞ്ഞു വെച്ച കുമ്പളങ്ങ ഇത് വീക്ക്ലി വൺസ് ഞാൻ അരിഞ്ഞു വെക്കും. ഇതുവരെയായിട്ടും കേടൊന്നും വന്നിട്ടില്ല. അങ്ങനെ അരിഞ്ഞു വെക്കുന്നതുകൊണ്ട് ഒരാഴ്ചയൊക്കെ ഇരുന്നാലൊന്നും കേടൊന്നും വന്നിട്ടില്ല. ഞാൻ അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്ത് വെക്കാറുണ്ട്. അതാകുമ്പോൾ കുറച്ച് എളുപ്പമാണല്ലോ, പെട്ടെന്ന് തന്നെ അരച്ചെടുത്ത് അങ്ങനെ കുടിക്കാം. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊന്ന് ടൈം സേവ് ചെയ്യുന്നത് മാത്രം, അത്രേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ അരച്ചെടുത്തു, എന്നിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ട് അത് കുടിക്കാൻ പോവാണ്. പിന്നെ എന്നോട് ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിന്നുകൊണ്ട് കുടിക്കാൻ പാടില്ല, ഇരുന്നുകൊണ്ട് തന്നെ കുടിക്കണമെന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അടുക്കളയിൽ തന്നെ ഇരുന്ന് കുടിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ ഈ ഫോണും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാനായിട്ട് എനിക്ക് വയ്യ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അടുക്കളയിൽ തന്നെ അങ്ങ് ഇരുന്ന് കുടിച്ചു. അപ്പോഴേക്കും വിസിലടിച്ചു കേട്ടോ കുക്കറിൻ്റെ. പെട്ടെന്ന് ഞാനൊന്ന് പേടിച്ചു പോയി, അതാണ് എൻ്റെ മുഖത്ത് കണ്ടത്. എന്നിട്ട് 4 വിസിലായിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്തു. അരി നന്നായിട്ട് വെന്തിട്ടുണ്ടാവും, അതവിടെ കിടക്കട്ടെ. ആ സമയം കൊണ്ട് ഞാൻ ഒന്ന് ഡോറൊക്കെ ഓപ്പൺ ചെയ്തു, ബാൽക്കണി ഡോറ്. കാരണം ഇപ്പോൾ ഭയങ്കര തണുപ്പായതുകൊണ്ട് ഞാൻ രാവിലെ ജനലോ ഡോറോ ഒന്നും ഓപ്പൺ ചെയ്യാറില്ല. ഒരു 6:30 ആകുമ്പോൾ ഡോറൊന്ന് ഓപ്പൺ ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ അങ്ങ് അടയ്ക്കും കേട്ടോ. കാരണം നല്ല തണുത്ത കാറ്റ് വരും ആ ഡോറിൽ കൂടെ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അങ്ങ് അടയ്ക്കും. ഈ സമയത്താണ് നമ്മുടെ വേസ്റ്റ് എടുക്കാനായിട്ട് വണ്ടി വരുന്നത്. നമുക്കിവിടെ ആഴ്ചയിൽ 2 ദിവസം ഡ്രൈ വേസ്റ്റും പിന്നെ ബാക്കിയുള്ള ദിവസങ്ങളിൽ വെറ്റ് വേസ്റ്റും എടുക്കും. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഡ്രൈ വേസ്റ്റ് ഡേ ആയിരുന്നു.
അപ്പോൾ അതുകൊണ്ട് ഡ്രൈ വേസ്റ്റ് എല്ലാം കൊണ്ടുപോയി താഴെ വെച്ചിട്ട് വന്നു ഏട്ടൻ. അത് കഴിഞ്ഞിട്ട് ആൾ കുളിക്കാൻ പോവാണ്. ആ സമയം കൊണ്ട് ഞാൻ വെണ്ടയ്ക്ക നന്നായിട്ട് കഴുകിയിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് നല്ല ഫാസ്റ്റായിട്ട് പണി ചെയ്യുന്നത് കാണാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ എനിക്കൊരു 6:30 ആയി കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷനാണ്. ഇനി ഒരു അരമണിക്കൂർ കൊണ്ട് ബാക്കി എല്ലാ പണികളും ചെയ്യണമല്ലോ എന്ന് ഓർത്തിട്ട് നല്ല ടെൻഷൻ ഉണ്ടാവും. പ്രത്യേകിച്ച് ഏട്ടൻ 7:10 ആകുമ്പോൾ ആൾ വീട്ടിൽ നിന്ന് ഇറങ്ങും കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് ഇനിയും തോരനാവാനുണ്ട്, എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഭയങ്കര സ്പീഡായിരിക്കും. പിന്നെ വീഡിയോ എടുക്കുന്നതൊക്കെ ഒന്ന് മടി പിടിക്കും. കാരണം എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു പണി പെട്ടെന്ന് നടക്കണമല്ലോ, ഇല്ലെങ്കിൽ തെറ്റിപ്പോയില്ലേ. ആൾക്ക് ബസ് മിസ് ചെയ്യാൻ പറ്റത്തില്ല, ആളുടെ ഓഫീസ് വണ്ടിയുണ്ട്. അത് മിസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ദൂരമാണ് കേട്ടോ. ഇവിടുന്ന് നല്ല ദൂരമാണ്, 20-25 കിലോമീറ്റേഴ്സ് എങ്ങാണ്ട് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അത്രയും ദൂരത്തേക്ക് വണ്ടി എടുത്തുകൊണ്ട് പോകാമെന്ന് പറയുന്നത് അത്ര എന്താ പറയുന്നത്, ഓർത്തിട്ട് അത്ര നല്ല കാര്യമൊന്നും അല്ല. അപ്പോൾ അതുകൊണ്ട് ബസ് മിസ്സാവാതെ നോക്കാറുണ്ട്. അപ്പം ഞാൻ പെട്ടെന്ന് എല്ലാ പണികളും ചെയ്ത് തീർക്കുകയാണ്. അങ്ങനെ എല്ലാം വെണ്ടയ്ക്ക അരിഞ്ഞെടുത്തു, ഉള്ളി അരിഞ്ഞെടുത്തു, പച്ചമുളക് അരിഞ്ഞെടുത്തു. ഇനി തോരൻ ഉണ്ടാക്കാൻ പോവാണ്. ഈ സമയത്താണ് നമ്മുടെ വിൻഡോ ഒന്ന് ഓപ്പൺ ചെയ്ത് ഞാൻ നോക്കിയപ്പോൾ നല്ല തണുത്ത കാറ്റ്. എന്നാലും സാരില്ല, കുറച്ച് നേരം തുറന്നിട്ടു. എന്നിട്ട് ഇതാ പാൻ ചൂടാക്കാൻ വെച്ച് എന്നിട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് കടുകിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന വെണ്ടയ്ക്ക, ഉള്ളി, പച്ചമുളകില്ലേ അത് ചേർത്ത് കൊടുത്തു. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടിയും ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് വേവിക്കാൻ പോവാണ്. ഒരു കുറച്ച് നേരം, അധികം നേരം ഒന്നും വേണ്ട, എല്ലാവർക്കും അറിയുന്നുണ്ടാവും, എന്നാലും ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അടച്ചു വെച്ച് ഒരു 3-4 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ സമയത്ത് തൊട്ടടുത്തേക്ക് കറി വെച്ചിട്ടുണ്ടായിരുന്നു തിളപ്പിക്കാനായിട്ട്. അപ്പോൾ കറി ഒന്ന് ചൂടായോ ഞാൻ നോക്കിയപ്പോൾ കറി നന്നായിട്ട് ചൂടായി വരുന്നുണ്ട്. എന്നിട്ട് അത് മാറ്റി വെക്കണം. എനിക്ക് എന്താ അറിയില്ല, ഒരു സമയം കഴിഞ്ഞാൽ ഭയങ്കര വെപ്രാളമായിരിക്കും. ആ സമയത്ത് വീഡിയോ എടുക്കുന്നത് പോലും ഞാൻ ഓർക്കില്ല കേട്ടോ. ഭയങ്കരമായിട്ട് ഇങ്ങനെ ഭയങ്കര വെപ്രാളമായിരിക്കും. ഇതാ ഇപ്പോൾ സമയമായി വരുന്നുണ്ട്, ഇനി ചപ്പാത്തി ഉണ്ടാക്കാൻ കിടപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും വെപ്രാളം കാണിക്കുന്നത്. ഞാൻ നോക്കിയപ്പം ചോറിൻ്റെ വിസിലൊക്കെ പോയി. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അങ്ങനെ തന്നെ ബോക്സിലെടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അല്ലാന്നുണ്ടെങ്കിൽ നല്ല ചൂടായിരിക്കുമല്ലോ ബോക്സിൽ വെക്കുമ്പോൾ. അതുകൊണ്ട് ഞാൻ നേരത്തെ ഒന്ന് എടുത്ത് വെച്ചേക്കാമെന്ന് വിചാരിച്ചിട്ട് ചോറ് നന്നായിട്ട് മിക്സ് ചെയ്ത് അത് ബോക്സിലെടുത്ത് വെക്കുകയാണ്. അപ്പോൾ ആ ഒരു പണി കഴിയും. പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുമ്പോഴത്തേനും ചോറൊന്ന് തണുത്ത് വരുമല്ലോ. അതുകൊണ്ട് പിന്നെ എന്നോട് കുറേ പേര് ചോദിച്ചായിരുന്നു ഈ ടിഫിൻ ബോക്സിൽ എത്ര നേരം ചൂട് നിൽക്കും എന്നുള്ളത്. ഉച്ചയാകുമ്പോൾ ലൈറ്റ് ചൂടുണ്ടാവുമെന്ന് ഏട്ടൻ പറയാറുണ്ട് കേട്ടോ. ലൈറ്റ് ചൂട് മാത്രം, നല്ല ചൂടൊന്നുമല്ല, ലൈറ്റ് ചൂടുണ്ടാവും. ഇതാ ഇപ്പം നമ്മുടെ തോരനിൽ തേങ്ങ ഇട്ടിട്ട് നന്നായിട്ടത് എന്താ പറയുന്നത് ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അതിനായിട്ട് ഞാൻ വേറെ സ്റ്റൗവിലേക്ക് മാറ്റി വെച്ചിട്ട് ഇപ്പോഴത്തെ സ്റ്റൗവിൽ ഞാൻ ചപ്പാത്തിയുടെ പാനില്ലേ അത് ചൂടാക്കാൻ വെച്ച്. എന്നിട്ട് ചപ്പാത്തി പരത്തുന്നതിൻ്റെ സ്പീഡ് കണ്ടോ, അല്ലെങ്കിൽ നല്ല സ്പീഡാണ്. അതിൻ്റെ കൂടെ ഞാൻ ഒന്നും കൂടി സ്പീഡ് കൂട്ടിയതാണ് കേട്ടോ, കാരണം പെട്ടെന്നാവാൻ വേണ്ടിയിട്ട്. ഇപ്പം പറന്ന് 3 ചപ്പാത്തി ചുട്ടെടുത്ത് കഴിഞ്ഞാൽ ഏട്ടന് കൊണ്ടുപോകാനുള്ളതാവും. അത് കഴിഞ്ഞ് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് റിലാക്സ് ചെയ്യും. എൻ്റെ പൊന്നു ആ ടിഫിൻ ബോക്സ് ഒന്ന് പാക്ക് ചെയ്ത് ഏട്ടനൊന്ന് പോയി കഴിയുമ്പോൾ കിട്ടുന്ന ഒരു റിലാക്സേഷൻ ഉണ്ടല്ലോ. അതായത് അതിൻ്റെ ബസ് മിസ്സാവാൻ പാടില്ല എന്നുള്ള രീതിയിൽ നമ്മൾ എല്ലാ പണികളും ചെയ്തിട്ട് പെട്ടെന്ന് ആൾ പോയിട്ട് ബസ് കിട്ടിയെന്ന്, ലൈക്ക് ബസ്സിലേക്ക് കയറി എന്നുള്ളത് എന്നോട് വിളിച്ച് പറയുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു സമാധാനം അയ്യോ പറയാൻ പറ്റില്ല കേട്ടോ. ഇതാ ഇപ്പം ചപ്പാത്തി അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനത് അങ്ങനെ തന്നെ നേരെ നമ്മുടെ ബോക്സിലേക്ക് മാറ്റാൻ പോവാണ്. അപ്പോഴേക്കും വെണ്ടയ്ക്കത്തോരനും റെഡി ആയിട്ടുണ്ടായിരുന്നു. ഞാനത് ബോക്സിലേക്ക് ആക്കി എന്നിട്ട് പറന്ന് എല്ലാം അങ്ങോട്ട് അടച്ചു വെച്ച് പെട്ടെന്ന് കൊടുത്തങ്ങ് അയച്ചു വിട്ടു. കാരണം ഇന്ന് കുറച്ച് ലേറ്റായി കേട്ടോ, 7:10 അല്ല, കുറച്ച് ലേറ്റായി ഇവിടുന്ന് ഇറങ്ങുമ്പം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു, ആളുടെ വണ്ടി മിസ്സാവുമോ എന്നൊക്കെ. പിന്നെ വിളിച്ച് പറഞ്ഞില്ല മിസ്സായിട്ടില്ല, ആൾ കയറിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ സമാധാനം. പിന്നെയുള്ള പണി എന്ന് പറയുന്നത് ഒരാളെ പറഞ്ഞയച്ചു കഴിഞ്ഞാൽ ഇനി അടുത്ത ആളുണ്ടല്ലോ നമ്മുടെ വീട്ടിൽ, ആ ആളെയും കൂടി പറഞ്ഞയക്കണ്ടേ. അപ്പോൾ ഇന്നലെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇന്ന് ഉരുളക്കിഴങ്ങ് മെഴുക്കോട്ടി വേണം, അതും സ്പൈസി അല്ലാത്ത ഉരുളക്കിഴങ്ങ് മെഴുക്കോട്ടി വേണം എന്നുള്ളത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പൊട്ടേറ്റോ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ എന്താ പറയുക നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് മെഴുക്കോട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇതൊരു 5-10 മിനിറ്റിനുള്ളിൽ ഇതും റെഡി ആവണം. കാരണം 7:30 മുന്നേ ആളെ എഴുന്നേൽപ്പിക്കണം. ശരിക്കും പറഞ്ഞ് 7:30 ഒന്നുമല്ല, 7 o'clock മുന്നേ എഴുന്നേൽപ്പിക്കേണ്ടതാണ്. പക്ഷേ ഇപ്പോഴത്തെ ക്ലൈമറ്റ് കാണുമ്പോൾ എനിക്കെന്നെ വിളിക്കാൻ തോന്നാറില്ല കേട്ടോ. എനിക്കെന്നെ സങ്കടം തോന്നും കുഞ്ഞിനെ വിളിക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വിട്ടു കൊടുക്കാറൊക്കെ ഉണ്ട്. എന്നിട്ട് ഒരു 7:25 ആകുമ്പോൾ ഞാൻ വിളിച്ചു തുടങ്ങും. 7:30 ആകുമ്പോഴത്തേനും ആളെ എഴുന്നേൽക്കും കേട്ടോ. അപ്പോൾ അത് അരിഞ്ഞ് അടപ്പത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് ഉപ്പും വെള്ളവും ഒഴിച്ചിട്ട് വേവിക്കാൻ വെച്ചു. ഇനിയാണ് റിയൽ ടാസ്ക് എന്ന് പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ 1 മിനിറ്റ് അമ്മ, 2 മിനിറ്റ് അമ്മ, 3 മിനിറ്റ് അമ്മ, ഇങ്ങനെ കണ്ടിന്യൂ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ എപ്പോഴും 1 മിനിറ്റ് അമ്മ എന്ന് പറയുമ്പോൾ തന്നെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് വിടും. കാരണം എന്ന് വെച്ചാൽ അവർക്കറിയില്ല ഈ 1 മിനിറ്റ് എത്രയാണെന്ന്. ഞാൻ അപ്പം തന്നെ ഒരു സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ മോളെ 1 മിനിറ്റ് എഴുന്നേക്കെന്ന് പറഞ്ഞ് എങ്ങനെയാണ് എഴുന്നേൽപ്പിക്കുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. എന്നിട്ട് ഇന്ന് എന്താ ഉണ്ടാക്കി വെച്ചേക്കുന്നതെന്നെല്ലാം പറഞ്ഞ്, അല്ലെങ്കിൽ എന്താ കൊണ്ടുവന്നത് സ്കൂളിലേക്കെന്ന് പറഞ്ഞ്, അതെല്ലാം പറഞ്ഞ് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് അവളെ എഴുന്നേൽപ്പിക്കുന്നത് കേട്ടോ. എനിക്കൊന്ന് എല്ലാ അമ്മമാരും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ. എനിക്കിങ്ങനെ അടിച്ചിട്ട് എഴുന്നേക്കെന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അതിന് പകരം കാരണം അവരുടെ ഡേ സ്റ്റാർട്ടാകാൻ പോവല്ലേ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കുറച്ച് എന്തെങ്കിലും പറഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവർക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം മെല്ലെ എഴുന്നേൽപ്പിക്കും.
ഒരു 5 മിനിറ്റിൻ്റെ യുദ്ധം കഴിഞ്ഞ് മെല്ലെ ഒന്ന് എഴുന്നേറ്റ് വന്ന് ആദ്യം ഒന്ന് പ്രാർത്ഥിക്കും. കുറച്ചധികം സമയം എടുക്കും പ്രാർത്ഥനയ്ക്ക്, പക്ഷെ ഞാൻ ഡിസ്റ്റർബ് ചെയ്യാറില്ല. കാരണം അവളുടെ ഡേ അങ്ങനെയാണ് സ്റ്റാർട്ടാക്കുന്നത് അവൾ. അപ്പോൾ അവൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തോട്ടെ. അത് കഴിഞ്ഞിട്ടുള്ള പരിപാടി എൻ്റെ കയ്യിലാണല്ലോ. അപ്പോൾ ഞാൻ അത് കുറച്ചൊന്ന് ഫാസ്റ്റ് ആക്കും. ഇത് കുറച്ചധികം സമയം എടുക്കും കേട്ടോ, ഒരു 2-3 മിനിറ്റ് മേലെ ഒക്കെ എടുക്കും. അപ്പോൾ അവൾ പ്രാർത്ഥിച്ചിട്ട് ബ്രഷ് ചെയ്യാനായിട്ട് പോവും. ആദ്യം ഒന്ന് വാഷ്റൂമിൽ പോയിട്ട് ഫ്രഷായിട്ട് ബ്രഷ് ചെയ്യും. അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ പൊന്നെ, ഒരു 40 മിനിറ്റ്സ് പോകുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഇല്ല, റോക്കറ്റ് വിട്ട പോലാണ് 40 മിനിറ്റ്സ് എന്ന് പറയുന്ന സമയം പോകുന്നത്. എനിക്കിനിയും 8:10 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം. എന്നാലേ അവളെ ഒരു 8:20 ആകുമ്പോഴെങ്കിലും സ്കൂളിൽ എത്തിക്കാൻ പറ്റത്തുള്ളൂ. ആക്ച്വലി ബെല്ല് 8:15 അടിക്കുന്നത്, ഫസ്റ്റ് ബെല്ല്. സെക്കൻഡ് ബെല്ല് അടിക്കുന്നത് 8:20 കേട്ടോ. അപ്പോൾ ഞാൻ സെക്കൻഡ് ബെല്ലിന് മുന്നെങ്കിലും സ്കൂളിൽ എത്തിക്കാൻ നോക്കും. അപ്പോൾ ഇതാ ബ്രഷ് ചെയ്യിപ്പിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കുകയാണ്. ഇതാ ഇതുണ്ട്, ഉണ്ടാക്കിയിട്ടുണ്ട് അമ്മ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾ നല്ല ഹാപ്പിയായി. പെട്ടെന്ന് തന്നെ കുളിച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു. അവൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിയാണ് കഴിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ മുടി കെട്ടി കൊടുക്കുക. സത്യം പറയാലോ, എനിക്ക് മുടി കെട്ടി കൊടുക്കുന്നതിനെക്കാട്ടിലും ഇതിന് റിബൺ കെട്ടുന്ന സംഭവമില്ലേ, ഇപ്പോഴും എനിക്കറിയില്ല എങ്ങനെ കെട്ടേണ്ടതെന്ന്. എനിക്ക് എൻ്റെ മുടിയിൽ കെട്ടിയതും ഓർമ്മയില്ല. ഇപ്പോൾ ഇവളുടെ മുടിയിൽ കെട്ടി കൊടുക്കുമ്പോൾ എന്നും കൺഫ്യൂഷനാണ്, എങ്ങനെയാണ് ഈ സംഭവം കെട്ടി കൊടുക്കേണ്ടതെന്നുള്ളത്. അത് നിങ്ങൾക്ക് എൻ്റെ മുഖം കാണുമ്പോൾ മനസ്സിലാവും. ഭയങ്കര ബുദ്ധിമുട്ടിയിട്ട് ഞാൻ കെട്ടിക്കൊടുക്കും കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അവൾ. എന്നിട്ട് ഹെയർ ബാൻഡും പിന്നെ അതേപോലെ ID കാർഡും ഒക്കെ വെച്ചിട്ട് നമ്മൾ സ്കൂളിലേക്ക് പോകാൻ പോവാണ്. ഈ സംഭവം മസ്റ്റാണ്. കാരണം എന്ന് വെച്ചാൽ നല്ല തണുത്ത കാറ്റാണ് രാവിലെ അടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ സംഭവം മസ്റ്റാണ്. അതും വെച്ചിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്. ഇപ്പോൾ സമയം 8:10 ഒക്കെ കഴിഞ്ഞു, ഒരു 8:12 ആയിട്ടുണ്ട് കേട്ടോ. ഇനി ട്രാഫിക് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ സ്കൂളിലെത്തും. അതല്ല എവിടെയെങ്കിലും ട്രാഫിക് ഉണ്ടെങ്കിൽ ഒന്ന് കുടുങ്ങിപ്പോകും. പക്ഷേ ഓൺ ടൈം സ്കൂളിലെത്തി. തിരിച്ച് ഞാൻ വീട്ടിൽ വരുന്ന സമയത്ത് കുറച്ച് ചീരയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഡസ്റ്റ്ബിൻ നേരത്തെ കൊണ്ട് താഴെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും എടുത്തുകൊണ്ട് വന്നു. എന്തൊക്കെ പറഞ്ഞാലും രാവിലത്തെ ആ ബഹളമൊക്കെ കഴിഞ്ഞിട്ട് ഇവരൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ബോറിംഗ് ആണ് കേട്ടോ. എന്താ പറയുക, എന്തോ ഒരു ബോറിംഗ് ആണ്. കുറച്ച് സമയത്തേക്ക് ഭയങ്കര ബോറായിരിക്കും. ഇനിയുള്ള പരിപാടി എന്ന് പറയുന്നത് എനിക്ക് നടക്കാൻ പോകണം. ഞാൻ എന്ന് നടക്കാൻ പോകാറുണ്ട്. അപ്പോൾ നടക്കാൻ പോകണം. പിന്നെ അതിന് മുന്നേ എൻ്റെ ചെടികൾക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം. ഇതൊക്കെ തന്നെയാണ് എൻ്റെ പരിപാടി എന്ന് പറയുന്നത്. പക്ഷേ അതിന് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റും കഴിക്കും. ഞാൻ ആക്ച്വലി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടല്ല നടക്കാൻ പോകുന്നത്, കഴിക്കാതെ തന്നെ പോകുമായിരുന്നു. പിന്നെ എനിക്ക് തോന്നി പോയിട്ട് നടന്നിട്ടൊക്കെ വരുമ്പോഴത്തേന് ഏകദേശം ഒരു 10 മണിയൊക്കെ ആവും. അപ്പോൾ ആ സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് നമ്മൾ ഇത്രയും ചെയ്തിട്ടും കാര്യമില്ലാതായിപ്പോവും, യൂസ് അല്ലാതായിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ കയ്യിലുള്ള ഹൈബിസ്കസ്, ഇപ്പോൾ ഉള്ള ഹൈബിസ്കസ്. ഇതിനു മുമ്പ് കുറേ ഉണ്ടായിരുന്നു, എല്ലാം വാടിപ്പോയി. ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ അന്ന് നോക്കിയപ്പോൾ ഒരു ഫ്ലവർ പോലും ഇല്ല. ഇന്നലെ വരെ നല്ല ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു, ഇന്നിപ്പോൾ ഒരു ഫ്ലവർ പോലും ഇല്ല. പിന്നെ നമ്മുടെ വീടിൻ്റെ ചുറ്റും താണ്ട് ഈ ഒരു മരമുണ്ട്. ഇതിനകത്തൊരു കായുണ്ട് കേട്ടോ. നല്ല എന്താ പറയുക, തലയ്ക്ക് ഏറ് കൊണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ വീഴും, അത്രയ്ക്കും കട്ടിയിട്ടുള്ള ഒരു കായാണ്. എന്താണെന്ന് എനിക്കറിയില്ല, ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറഞ്ഞു തരണേ. ഇതാ വെള്ളം ഒഴിച്ചു ചെടിക്ക്. പിന്നെ ഇത് ഞാൻ ബാൽക്കണിയിലാണ് വെച്ചേക്കുന്നത്. കാരണം വെച്ചാൽ ഇവിടെ മാത്രമേ വെയിൽ കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ ചെടികളെല്ലാം ബാൽക്കണിയിൽ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ഫ്രണ്ടിലത്തെ സിറ്റ് ഔട്ടിൽ കുറച്ച് ചെടികൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനും വെള്ളം ഒഴിക്കണം. ആ പോകുന്ന വഴിക്ക് ഞാൻ കണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. ഇത് എന്നും രാത്രി ഇവിടെ ഇതാണ് പരിപാടി. സാധാരണ എല്ലാവരും ചോറ് കഴിച്ച് കഴിഞ്ഞാൽ, രാത്രി ഡിന്നർ കഴിച്ച് കഴിഞ്ഞാൽ ഒന്ന് നടക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും സ്വീറ്റ്സ് കഴിക്കും. നമ്മുടെ വീട്ടിൽ അങ്ങനെയല്ല കേട്ടോ. എൻ്റെ മോളെന്ന് പറഞ്ഞാൽ രാത്രി ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ അവൾക്ക് വരയ്ക്കണം. എന്നും ഇത് തന്നെയാണ് പരിപാടി. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഓരോ ദിവസം വരച്ചുകൊണ്ടിരിക്കുക. ഇന്നിപ്പോൾ അവളുടെ ഫ്രണ്ടിൻ്റെ ഫോട്ടോയും, അതായത് ഫ്രണ്ടിനെയും അവളെയും വരച്ച് വെച്ചേക്കായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ചെടിക്ക് വെള്ളം ഒഴിക്കാൻ പോവാണ് കേട്ടോ. എനിക്ക് ഫ്രണ്ടിൽ ഇങ്ങനെ ഇൻഡോർ പ്ലാന്റ്സ് കുറച്ചുണ്ട്, ഞാൻ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്, വീടിൻ്റെ ഫ്രണ്ടിൽ. ഇത് ഞാനിപ്പോൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിപ്പോൾ വാങ്ങിച്ചിട്ട് കുറച്ചായി, ഒരു മാസം 1-2 മാസമായിക്കാണ് ഇത് ഞാൻ വാങ്ങിച്ചിട്ട്. ഒന്ന് പീസ് ലില്ലി, പിന്നെ ബ്രോക്കൺ ഹാർട്ടും, പിന്നെ അതേപോലെ പിന്നെന്താ ഞാൻ മേടിച്ചത്, ഈ സിങ്ങോനിയ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിങ്ക് കളറാണ് കേട്ടോ മേടിച്ചേക്കുന്നത്. ഇതൊക്കെ ഞാൻ വീക്ക്ലി വൺസ് ഞാൻ പുറത്തെടുത്ത് വെക്കും. കാരണം എന്ന് വെച്ചാൽ എത്ര ഇൻഡോർ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാലും ഒരു ഇച്ചിരിയെങ്കിലും വെയിൽ കൊള്ളണമല്ലോ അവർക്ക്. അപ്പോൾ അതുകൊണ്ട് വീക്ക്ലി വൺസ് ഞാനിങ്ങനെ പുറത്തെടുത്ത് വെക്കാറുണ്ട്. ഒട്ടുമിക്ക പ്ലാന്റ്സ് ഇവിടെ വന്നിട്ട് വാടിപ്പോയിട്ടുണ്ട്, ബിക്കോസ് ഒട്ടും സൺലൈറ്റ് ഇല്ലാത്തതുകൊണ്ടാണ്. ഫൈനലി ഇപ്പം ഗ്രോ ആവുന്നതെന്ന് പറഞ്ഞാൽ ഈ പ്ലാന്റ്സ് ഒക്കെ തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ എല്ലാവർക്കും വെള്ളം ഒഴിച്ചു കൊടുത്ത് എനിക്കിനിയും ഭക്ഷണം കഴിക്കണം. അപ്പോൾ ഞാൻ ചപ്പാത്തിയാണ് കഴിക്കുന്നത്. അത് കഴിച്ചിട്ട് വേണം ഇനി നടക്കാൻ പോകാനായിട്ട്. ഇപ്പോൾ കഴിച്ചിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ലേറ്റ് ആയാലും കുഴപ്പമില്ല തിരിച്ചു വരാനായിട്ട്. അതാണ് കേട്ടോ ഞാൻ ഇപ്പം പകലൊന്നും വീഡിയോ ഇടാത്തത്. ബിക്കോസ് നടക്കാൻ പോകുന്നതുകൊണ്ട് വീഡിയോയുടെ ആ ഒരു ടൈം സ്കിപ്പായി പോവാണ്.
അപ്പോൾ അതാ കഴിച്ചു കഴിഞ്ഞു, ഇനി നടക്കാൻ പോവാണ്. എന്നോട് കുറേ പേര് ചോദിച്ചു ഈ ഡീറ്റോക്സ് ഡ്രിങ്ക് കുടിച്ചിട്ട് വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടോ, എത്ര കുറഞ്ഞു എന്നൊക്കെ. അപ്പം ഞാൻ ഡീറ്റോക്സ് ഡ്രിങ്ക് കുടിച്ചിട്ട് മാത്രമല്ല നടക്കുന്നുമുണ്ട്, പിന്നെ പറ്റുന്ന സമയത്ത് വർക്കൗട്ടും ചെയ്യുന്നുണ്ട്. എന്തായാലും എനിക്ക് സ്ലോ ആണ്, എന്നാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ അത് കുടിച്ചിട്ടും അല്ലാതെ ഞാനിപ്പോൾ നടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 2 months പ്രോപ്പറായിട്ട് നടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 2 months ആയിട്ടേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് സ്കിപ്പ് ചെയ്യും കേട്ടോ, വീക്ക്ലി ഒരു 1-2 ദിവസമൊക്കെ ചില സമയത്ത് എങ്ങനെയായാലും സ്കിപ്പ് ആവാറുണ്ട്, എന്നാലും നടക്കാൻ ശ്രമിക്കും. അപ്പോൾ എൻ്റെ വെയിറ്റ് ഞാൻ ചെക്ക് ചെയ്തപ്പം 3 kg പ്ലസ് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. 3.5 ആണെന്ന് തോന്നുന്നു കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ പെട്ടെന്ന് അങ്ങോട്ട് കുറഞ്ഞതല്ല, മെല്ലെ കുറയുന്നുള്ളൂ. പക്ഷേ എനിക്കത് മതി. എനിക്കങ്ങനെ ഫാസ്റ്റായിട്ട് കുറഞ്ഞു പോകണം, പെട്ടെന്ന് തന്നെ അങ്ങ് മെലിഞ്ഞു പോകണമെന്നൊന്നുമില്ല. അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റില്ലെങ്കിലോ. അപ്പോൾ മെല്ലെ ഒന്ന് വെയിറ്റ് ലോസ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമ്മൾ പാർക്കിലെത്തി നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല അടിപൊളി പാർക്കാണ്, ഭയങ്കര പീസ്ഫുള്ളാണ്. ഇവിടെ നടക്കുന്നതും അവിടെ ഇരിക്കുന്നതും ഒക്കെ ഭയങ്കര പീസ്ഫുള്ളാണ്. ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്, ഞാൻ പറ്റുമ്പം ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെ 1 മണിക്കൂർ നടന്നിട്ടുണ്ട്. എന്നും ഞാൻ 1 മണിക്കൂർ നടക്കും കേട്ടോ. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് പോവാണ്. വീട്ടിൽ പോയിട്ട് ഹെന്ന തേക്കണം. എണ്ണ തേച്ചിട്ട് എൻ്റെ കൈയെല്ലാം ഇങ്ങനെ ആയിട്ടുണ്ട്. ഞാൻ കൈ കൊണ്ടാണ് കേട്ടോ എണ്ണ തേക്കുന്നത്, അതാണ് എനിക്ക് സാറ്റിസ്ഫൈയും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതൊരു ചെറിയ വീഡിയോ ആയിരുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ.